Hello. Welcome to Market Discussion of the Day. Today, December 8, 2024, Sunday ആണ്. അപ്പം അടുത്ത ആഴ്ച നമ്മൾ ഫണ്ടമെൻ്റൽസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്, അതേപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ട് നാളത്തെ ദിവസം യൂറോപ്പ് ഓപ്പൺ ആവുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ നമുക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഇന്നത്തെ ദിവസം ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, നാളെ നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ബാച്ചിൽ സ്റ്റാർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. വെറും 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതായിരിക്കും നമ്മൾ പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, സോ അത് 2 ആഴ്ചത്തെ ക്ലാസ് ആയിരിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂർ വെച്ചിട്ട് രാത്രി ഇന്ത്യൻ ടൈം 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് എൻ്റെ നമ്പർ ഉണ്ടാവും, എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽസ്. നാളത്തെ ദിവസം, നാളെ മൺഡേ ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണ് US എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള മൺഡേയ്സ് ഭയങ്കരമായ വോളറ്റാലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ തിങ്കളാഴ്ചകളിലും ഭയങ്കരമായ വോളറ്റാലിറ്റീസാണ് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ അത് നോർമലി ഈ പറയുന്ന US എലക്ഷൻ കഴിയുമ്പം ഉണ്ടാവുന്ന ഒരു സിനാരിയോ മാത്രമാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നാളെ നമുക്ക് എന്താ പറയുക, മാർക്കറ്റ് ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നാളെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ രാവിലെ 5:30 മണിക്ക് ഇന്ത്യൻ ടൈം 5:30 മണിക്ക്, ഇവിടെ 11:40 11:30 ആ ഒരു ടൈമിലായിരിക്കും. ഓക്കെ, സോ ജപ്പാനിൽ നിന്നൊരു ന്യൂസ് ഉണ്ട്. അപ്പം നമ്മൾ കറണ്ട് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ സൺഡേ, ഇന്ന് ഇവിടെ സൺഡേ ആണ്, ഈ ഇന്നത്തെ ദിവസമാണ് ന്യൂസ് വരുന്നത്. ഇന്ന് 11:50 ഈ ജപ്പാനിൽ നിന്ന് GDP വരുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, സോ JPY കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തൽക്കാലം എന്താ പറയുക, അതായത് ഈ പറയുന്ന ഈ 5:30 മണിക്ക് ശേഷം, ഓൾമോസ്റ്റ് 5:30 മണിക്കാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്ത്യൻ ടൈം. ഓക്കെ, ആ ഒരു സമയത്ത് JPYയിൽ ചെയ്യുന്ന ആൾക്കാർ മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം, മാർക്കറ്റ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം മാത്രം ഒരു ട്രേഡ് എടുത്ത് പോകുന്നതായിരിക്കും JPYയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് വീക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൺഡേ പ്രത്യേകിച്ച് വേറെ ന്യൂസുകളൊന്നുമില്ല. നമ്മൾ ട്യൂസ്ഡേ എടുത്തു കഴിഞ്ഞാൽ ട്യൂസ്ഡേ യൂറോസോൺ മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, യൂറോസോൺ മീറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം യൂറോപ്പിലെ സാമ്പത്തിക നില ഭയങ്കരമായ ഒരു യൂറോ എന്ന് പറയുന്ന കറൻസി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ബാഡ് സിറ്റുവേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഉക്രൈൻ റഷ്യ വാറിനെ സംബന്ധിക്കുന്ന റീസൺസ് ഉണ്ട്. അതേപോലെ തന്നെ ജർമ്മനിയിൽ ഗവൺമെൻറ് കൊളാപ്സായി, അങ്ങനെ പല കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് അന്ന് യൂറോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പോവുക. ട്രേഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, ഒന്ന് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ വെനസ്ഡേ എല്ലാ കാര്യങ്ങളും മാറും. കാരണം CPI ഉണ്ട്, US നിന്ന് CPI ഉണ്ട്. UK ടൈമിംഗ് 1:30 മണിക്കാണ് CPI വരുന്നത്. ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കാണ് ഈ പറയുന്ന CPI. അന്നത്തെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, സോ അതിൻ്റെ കൂടെ എല്ലാ വെനസ്ഡേസിലും വരുന്ന പോലെ ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അതേപോലെ തന്നെ തേഴ്സ്ഡേ നമുക്ക് എല്ലാ തേഴ്സ്ഡേയിലും വരുന്നത് പോലെ എന്താണ് നമ്മുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം തേഴ്സ്ഡേ ഉണ്ട്. ഓക്കെ, സോ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നത് UK ടൈമിംഗ് 1:30 മണിക്കും ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കുമായിട്ടാണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം വരുന്നത്. ഓക്കെ, സോ അത് മാത്രമല്ല ECB ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അത് യൂറോയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഫ്രൈഡേ നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നുമില്ല. പക്ഷേ UK നിന്ന് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്. ഓക്കെ, സോ GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഫ്രൈഡേ രാവിലെ 7 മണിക്ക് ഇന്ത്യൻ ടൈം 7 മണിക്ക് UK ടൈമിംഗ് 7 മണിക്ക് ഇന്ത്യൻ ടൈമിംഗ് 12:30 മണിക്കാണ് ഈ പറയുന്ന ന്യൂസ് GDP അനൗൺസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക എന്നുള്ളതാണ്. മാർക്കറ്റ് 1-2 മണിക്കൂറിനകത്ത് ഉറപ്പായിട്ട് സെറ്റിലാകും. അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് ഇന്നത്തെ ദിവസം പറയാനുള്ള കാര്യം. നമ്മൾ ടെക്നിക്കൽ സൈഡ് ഒന്ന് പെട്ടെന്ന് നോക്കി പോകുമ്പോൾ
നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിൽ വരുമ്പം JPYയിൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കണ്ട, മോർണിംഗിൽ തീരുമാനമൊന്നും എടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 150 മുകളിൽ, ജസ്റ്റ് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ആയിട്ടുള്ളത്. ഓക്കെ, സോ GDP അനൗൺസ്മെൻറ്റിന് ശേഷം യൂറോപ്പൊക്കെ ഒന്ന് ഓപ്പണായി വരുന്ന സമയത്ത് മാത്രം ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, സോ അതും ഞാൻ ഒരിക്കലും ബൈ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 152 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്സിനോ മാർക്കറ്റ് ഓപ്പൺ ആയാൽ മാത്രം നമുക്കൊരു ബൈ ചെയ്യുന്നതിനെ പറ്റി തിങ്ക് ചെയ്യാന്നല്ലാതെ വേറെ ഒരു തീരുമാനവും തൽക്കാലത്തേക്ക് JPYയിൽ എടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. 152 കിട്ടിക്കഴിഞ്ഞാലും 152 അടുത്ത് 152 ക്രോസ് ചെയ്യാതെ 2 മാർക്കറ്റ് കണ്ടീഷനിൽ താഴെ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടുന്ന് ഒരു സെല്ല് ചെയ്തുകൊണ്ട് JPY സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ GBP എന്താ പറയുക, ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.27368 1.28 ജസ്റ്റ് ക്രോസ് ചെയ്യുന്നെന്ന് തോന്നിയെങ്കിലും പിന്നീട് തിരിച്ച് മാർക്കറ്റ് താഴോട്ട് വന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് 1.2700 നല്ലൊരു സപ്പോർട്ട് ഉണ്ടെന്ന് വീണ്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് മാർക്കറ്റ് നാളെ രാവിലെ ഇന്ത്യൻ ടൈം 7:30 മണിക്ക് 1.2700 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 1.2710 1.2720 ആ ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അവിടുന്ന് ഒരു ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.2660 താഴെയായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു $1-2 താഴെയായിട്ട് വേണം നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാനായിട്ട്. ഓക്കെ, സോ നേരെ നമ്മൾ GBP ഒരിക്കലും ഞാൻ സെല് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പം യൂറോ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 1.0566 റേഞ്ചിലാണ്. ഓക്കെ, സോ നമുക്ക് 1.05 നമ്മൾ നേരത്തെ പല വട്ടവും റെസിസ്റ്റ് ചെയ്തൊരു റെസിസ്റ്റൻസ് ആണ്. എന്താണ് 1.0500. അതിൻ്റെ താഴെയായിട്ട് ഒരു 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് ഒരിക്കലും മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്നുള്ളൊരു സത്യം മാത്രമാണ്. അതുകൊണ്ടിട്ട് തന്നെ 1.05 ഉറപ്പായിട്ട് യൂറോയിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ യൂറോപ്പിൽ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ 1.0500 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 40 പിപ്പ് 1.0460 താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും എന്നുള്ളതാണ് യൂറോയിലുള്ളൊരു കാര്യം. ഓക്കെ, സോ നമുക്ക് യൂറോയിലൊരു നല്ലൊരു ബൈ പോയിന്റ് എന്ന് പറയുന്നത് 1.0700 മുകളിലായിട്ട് മാർക്കറ്റ് കടന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോഴാണ്. ഓക്കെ, സോ നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മളുടെ നോൺ ഫാം പേറോൾ വരുമ്പോൾ ഭയങ്കരമായൊരു മാർക്കറ്റിലൊരു ഓട്ടം ഉണ്ടാവുമെന്ന്. പക്ഷേ അങ്ങനെ ഒരു ഓട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്ക് ഫോർകാസ്റ്റ് 176 ആയിരുന്നു 176K ആയിരുന്നു ഫോർകാസ്റ്റ്. നമുക്ക് 224K ആയിരുന്നു നമുക്ക് ആക്ച്വൽ വന്നത്, നോൺ ഫാം പേറോൾ വന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കരമായൊരു ഒരു ഫ്ലക്ച്വേഷൻ ഇന്നലത്തെ ദിവസം ഉണ്ടായില്ല. പക്ഷേ നമുക്കറിയില്ല, ചിലപ്പോൾ തിങ്കളാഴ്ച ആയിരിക്കും അതിനുള്ളൊരു ഭയങ്കരമായൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അത് നോൺ ഫാം പേറോൾ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടിട്ട് പെയ്യ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നാളെ രാവിലെ ചിലപ്പോൾ ഒരു ഭ്രാന്തമായൊരു മാർക്കറ്റ് ഓടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം തിങ്കളാഴ്ചയാണ്, രണ്ടാമത്തെ കാര്യം നോൺ ഫാം പേറോൾ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ചയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നാളെ ഇന്ത്യൻ ടൈമിംഗ്, കാരണം ഇന്ന് ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് 2632.96 അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് നമുക്ക് 2630 നാളെ തിങ്കളാഴ്ച 7:30 മണിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ധൈര്യമായിട്ടൊരു ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. 2624 താഴെയായിട്ട് $2-3 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ്. ഓക്കെ, സോ ബെറ്റർ മാർക്കറ്റിൽ നിന്ന് മാറി നിന്ന് യൂറോപ്പൊക്കെ ഓപ്പൺ ആയതിനു ശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമുക്ക് മാർക്കറ്റ് 7:30 കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ, അപ്പം ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു 0.2 ലോട്ട് നമുക്ക് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ്. കാരണം നമുക്കറിയില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഈ പറയുന്ന നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വന്നതുകൊണ്ടിട്ടും ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് വേൾഡിൽ നടക്കുന്നത് കൊണ്ടിട്ടും നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ എന്നാലും ഒരു 0.2 ലോട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് തന്നെ ട്രേഡ് ചെയ്യണം. ഓക്കെ, മാർക്കറ്റ് ഒരു 2660 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്സിനോ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈനിങ് ലോട്ട്സ് ഇട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അങ്ങനെ 2660 മുകളിലായിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ 2654 താഴെയായിട്ട് വേണം നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്.
ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. നാളെയാണ് നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് തന്നെ മാക്സിമം ആൾക്കാർ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യുക. ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം എനിക്ക് പറയാനായിട്ട്. വേറെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇന്ന് ഈവനിങ് UK ടൈമിംഗ് ഒരു 4 മണിക്ക് ശേഷം വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും. എന്തെങ്കിലും വാർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നാളെ രാവിലെ യൂറോപ്പ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് കാണാം. ബൈ.